നമസ്കാരം. പശ്ചിമേഷ്യയിലെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറന്നുപോയിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ലോകം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന് ത്രിതല സമാധാന സംവിധാനം ഒരുക്കിയെങ്കിലും മൂന്നിടത്തും അത് അസ്തമിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഭരണമാറ്റമല്ല, അമേരിക്കയിലെ ഭരണമാറ്റമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഗസയിൽ ഇസ്രായേൽ സേന പ്രതിരോധം എന്ന പേരിൽ നിരപരാധികൾ അടക്കമുള്ളവരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹമാസ് ഭീകരവാദികളെയാണ് അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെങ്കിലും കൊല്ലപ്പെടുന്നവരിൽ ഏറെയും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ ഗസയിൽ ഒരു സമാധാന ഫോർമുല വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുൻപ് ആ സമാധാനം അവിടെയുണ്ടായി. അവശേഷിച്ചിരിക്കുന്ന തടവുകാരെ കൂടി വിട്ടുകൊടുക്കുന്ന ഒരു ത്രിതല ഫോർമുലയ്ക്കാണ് രൂപം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 50-ലധികം ഇസ്രായേലി തടവുകാരെ ഹമാസ് വിട്ടയച്ചു. ഇനി ഇസ്രായേലിൻ്റെ കയ്യിൽ അവശേഷിക്കുന്നത് 59 തടവുകാരാണ്. അതേക്കുറിച്ചുള്ള ചർച്ച ഒരിടത്തും എത്തിയില്ല. ഒരു ചർച്ചയും ഇനിയില്ല. ഇസ്രായേലിന് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് ട്രംപ് പറഞ്ഞു. തടവുകാരെ വിട്ടയക്കുന്നതിന് അന്ത്യശാസനം കൊടുത്തു. ഹമാസ് വിട്ടയച്ചില്ല. ഇസ്രായേൽ യുദ്ധം വീണ്ടും ആരംഭിച്ചു. ഏറെ പ്രതീക്ഷയോടെ ഖത്തറും ജോർദാനും അമേരിക്കയും ഒക്കെ ചേർന്നൊരുക്കിയ സമാധാനത്തിൻ്റെ സ്വപ്നങ്ങൾ അസ്തമിച്ചുപോയി. വെള്ളരിപ്രാവ് ഗസയിൽ നിന്നും പറന്നുപോയി. 4 ദിവസം മുമ്പ് ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ 600 പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടവരിലുണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷെ ഹമാസ് പറയുന്നു, ഫലസ്തീൻ പറയുന്നു, നിരപരാധികളായ മനുഷ്യരാണ്, കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെടുന്നതെന്ന്. എന്തായാലും ഗസയിൽ യുദ്ധം തുടരുകയാണ്. ഗസയെ ഒഴിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുമ്പോട്ട് വെച്ച ഫോർമുലയാണ് ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു യുദ്ധം വ്യാപിപ്പിച്ചിരിക്കുന്നു. തെക്ക് വടക്ക് ഗസയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നു. പ്രതീക്ഷയോടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോയ ഗസക്കാർക്ക് വീണ്ടും വീട് വിട്ട് ഓടിപ്പോവേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇന്നലെയും ഗസയിൽ ആക്രമണമുണ്ടായി. ഓരോ ദിവസവും അനേകം പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഹമാസിനെ അവസാനിപ്പിക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു ആവർത്തിക്കുന്നു. ഈ യുദ്ധം ആരംഭിച്ചതോടെ ഇസ്രായേലിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഉയർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്നും നെതന്യാഹു പുറത്താക്കിയിരിക്കുന്നു. അതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. തടവുകാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പിന്തുണക്കാരും നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട് ഒരു വശത്ത്. അതേസമയം ഇതൊന്നും ഗവനിക്കാതെ ഇസ്രായേൽ ആക്രമണവുമായി മുമ്പോട്ട് പോകുന്നു. ഇതിന് തൊട്ടുമുമ്പ് തന്നെ അപ്രതീക്ഷിതമായി അമേരിക്ക യമനിൽ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. യമൻ ഇതുവരെ ഈ പശ്ചിമേഷ്യൻ സംഘർഷ ഭൂമിയിലെ ഒരു നിർണായക രാജ്യമായിരുന്നില്ല. യമൻ കേന്ദ്രീകരിച്ച രാജ്യം നിയന്ത്രിക്കുന്ന വിമത ഭരണകൂടം അവർ പലപ്പോഴും ചെങ്കടലിലേക്ക് ആക്രമണം അഴിച്ചു വിട്ടെങ്കിലും അവർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. ചെങ്കടലിൽ അമേരിക്കയുടെ പടക്കപ്പൽ നിരന്നു നിൽക്കുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്തു. അവിടെയായിരുന്നു അവരുടെ റോൾ. പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഹൂത്തികൾ ശല്യമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായി മുൻകൂട്ടി ഒരു അറിയിപ്പ് പോലും കൊടുക്കാതെ അമേരിക്കൻ സേന യമനിൽ ആക്രമണം അഴിച്ചുവിട്ടു. അത് തുടരുകയാണ്. ഹൂത്തികളെ ഇല്ലാതാക്കുമെന്ന വാശിയിൽ അമേരിക്കയും പോകുന്നു. അങ്ങനെ 2 യുദ്ധമുഖങ്ങൾ തുറന്നു. പിന്നെ അവശേഷിച്ചിരുന്ന ഒരേ ഒരു യുദ്ധമുഖം ലെബനനാണ്. നമുക്കറിയാം, കേരളത്തിൽ നമ്മുടെ വ്യവസായ മന്ത്രി ഈസ് ഓഫ് ബിസിനസ്സിലൂടെ കേരളത്തെ ലോകത്തിന് നെറുകയിലെത്തിച്ച് പി രാജീവൊക്കെ ഇപ്പോൾ ലെബനനിലാണ്. ലെബനനിൽ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. കേന്ദ്ര സർക്കാരും പ്രതിനിധികളെ അയക്കുന്നുണ്ട്. ഷോൺ ജോർജിനെ, മന്ത്രി ജോർജ് കുര്യനെയും ഒക്കെ അയക്കുന്നുണ്ട്. ബെന്നി ബെഹനാനും വി മുരളീധരനും ആ സംഘത്തിലുണ്ട്. അങ്ങനെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സംഘം ഇപ്പോൾ ലെബനനിലേക്ക് പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. പക്ഷെ പൊടുന്നനെ അവിടെ വീണ്ടും യുദ്ധം ആരംഭിച്ചു. നമുക്കറിയാം, 4 മാസം മുമ്പാണ് ലെബനനിൽ സമാധാന കരാർ ഒപ്പുവെച്ചത്. ലെബനൻ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. സഹികെട്ട് ഇസ്രായേൽ സേന ഈ ലെബനൻ അതിർത്തിയിലെ ഇസ്രായേലുകാരെ ഏതാണ്ട് 60,000-ഓളം ഇസ്രായേലുകാരെ മാറ്റിപ്പാർപ്പിച്ചിട്ട് ലെബനനിലേക്ക് കടന്നു കയറുകയാണ്. ഏതാണ്ട് 3,000-ഓളം ഹിസ്ബുള്ള ഭീകരരടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. ലെബനനിൽ യുദ്ധമുഖം നയിക്കുന്നത് ഹിസ്ബുള്ളയാണ്. 3 ഭീകര സംഘടനകളാണ് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് ഹമാസ്, അവർ പറയുന്ന അവരുടെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്നു. ആ ഹമാസാണ് 2023 ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതും അതിനുശേഷം യുദ്ധം നിലനിർത്തുന്നതും. മറുഭാഗത്ത് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഹൂത്തികളെ രംഗത്ത്. ഹൂത്തികൾ ചെങ്കടലിലാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ആ ഹൂത്തികളെ തീർക്കാനാണ് അമേരിക്ക ഇറങ്ങിയിരിക്കുന്നത്. ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ നിരന്തരമായി ബോംബാക്രമണം നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് സഹികെട്ടിട്ട് ഇസ്രായേൽ ലെബനനിലേക്ക് കടന്ന് 2ാമത്തെ യുദ്ധമുഖം തുറന്നത്.
അങ്ങനെ ഏതാണ്ട് 3000-ഓളം ഹിസ്ബുള്ള ഭീകരരടക്കമുള്ളവരെ നിരപരാധികൾ ഉൾപ്പെടെ കൊന്നുതള്ളി. ഒടുവിൽ അന്താരാഷ്ട്ര സമൂഹം ഉണർന്നു. ഒരു സമാധാനത്തിൻ്റെ കരാറുണ്ടായി. ലെബനനിലും സമാധാനത്തിന് വെള്ളരിപ്രാവ് പറന്നു വന്നു. പക്ഷെ ആ സമാധാന കരാറും അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായി ഇസ്രായേൽ സേന ലെബനനിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ഏതാണ്ട് 6 ഇടത്ത് വ്യോമാക്രമണം നടത്തി. തീരപ്രദേശങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ ആക്രമണമുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടു, അനേകം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ള വെടിനിർത്തലിൽ നിന്നും പിന്മാറിക്കൊണ്ട് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്നാണ്. 6 മിസൈലുകൾ ഇസ്രായേലിലേക്ക് ലെബനനിൽ നിന്നെത്തി. അതിൽ 3 എണ്ണം അതിർത്തി കടന്നെത്തി, 3 നിർവീര്യമാക്കി, ആർക്കും പരിക്കില്ല. അതോടുകൂടി ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു. എന്നാൽ ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ വെടിനിർത്തൽ കരാറിൽ തന്നെ തുടരുന്നു, ഇത് ഇസ്രായേൽ നുണ പറയുന്നതാണ് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. പക്ഷേ സൈറൺ അടിച്ചു എന്നതും അവിടേക്ക് മിസൈലുകൾ വന്നു എന്നതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചു. എന്നാൽ ഹിസ്ബുള്ളയാണോ അതോ മറ്റേതെങ്കിലും സംഘടനയാണോ ഈ പണി ചെയ്തതെന്ന് ഞങ്ങൾക്കറിയേണ്ടതില്ല. ഇസ്രായേലിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വെടിനിർത്തൽ സമയത്ത് ലെബനനിൽ നിന്നും ആക്രമണമുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ലെബനനെ തിരിച്ചടിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സമാധാന ശ്രമം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. 3 ഇടത്തും യുദ്ധമുഖം തുറന്നിരിക്കുന്നു. ഗാസയിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നു. ലെബനനിൽ ഇസ്രായേൽ സേന ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. യമനിൽ അമേരിക്കൻ സേനയും ആക്രമണം നടത്തുന്നു. 3 ഭീകര സംഘടനകൾ ഇല്ലാതാക്കിയാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാവൂ എന്നാണ് പണ്ട് മുതലേ ലോകം പറയുന്നത്. ഈ 3 ഭീകര സംഘടനകളും പോരാളികളാണ് എന്നവർ പറയുന്നു. ഇറാന്റെ പിന്തുണയോടെയാണ് 3ഉം പ്രവർത്തിക്കുന്നത്. ഹമാസ് ഒരു സുന്നി ഭീകര സംഘടനയാണെങ്കിലും സുന്നികൾ ഇല്ലാതാവണം എന്നതാണ് ഷിയാകൾ നിയന്ത്രിക്കുന്ന ഇറാന്റെ നിലപാടെങ്കിലും ഇറാൻ പൂർണ്ണമായും ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഹമാസ് ആവാം ഒരുപക്ഷെ സുന്നി ഷിയ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. എന്തായാലും 3 ഇടത്തും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇസ്രായേൽ വാശിയിലാണ്. ട്രംപിൻ്റെ പൂർണ്ണ പിന്തുണ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ബൈഡൻ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നില്ല. ബൈഡൻ ചരിത്രപരമായ കാരണങ്ങളാൽ ഇസ്രായേലിനെ പിന്തുണച്ചു എന്നതല്ലാതെ യുദ്ധത്തിന് അനുകൂലമായിരുന്നില്ല. ഇപ്പോൾ യൂറോപ്പിൻ്റെ സ്ഥിതി അതാണ്. ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്നില്ല. റഷ്യയുമായുള്ള സൗഹൃദം അവർ അംഗീകരിക്കുന്നില്ല. യുക്രൈനെ അമേരിക്ക തള്ളിപ്പറഞ്ഞത് അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഭിന്നതയുണ്ട്. ഇതേ ഭിന്നത തന്നെയാണ് ഹമാസുമായുള്ള യുദ്ധത്തിലുള്ളതും. ട്രംപ് പറഞ്ഞത് നിങ്ങൾ ധൈര്യമായി അടിച്ചോളൂ, ഞങ്ങളുടെ പിന്തുണയുണ്ടെന്ന്. ആ ഒരു ധൈര്യത്തിൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി കാത്തിരിക്കുകയായിരുന്നു ഈ സമാധാന കരാറുകൾ ഇല്ലാതാവാൻ. അങ്ങനെയാണ് ഗാസയിലേക്ക് അവർ ആക്രമണം നടത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ വീണ്ടും ആക്രമണം നടത്തുന്നത്. അതായത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് പശ്ചിമേഷ്യയിൽ നിന്നും പറന്നുപോയി. 3 ഇടത്തും യുദ്ധം മുറുകിയിരിക്കുന്നു. ഇനി അതിശക്തമായ യുദ്ധമായിരിക്കും. നിരപരാധികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടാവും. എന്നാൽ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹൂത്തുകളുടെയും അടിവേര് മാന്തി ചുട്ടരിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന വാശിയിലാണ് അമേരിക്കയും ഇസ്രായേലും. അതേസമയം ഈ യുദ്ധത്തിൽ അവർക്ക് വലിയ നേട്ടമുണ്ടാവുന്നുണ്ട്. ഹമാസിൻ്റെ ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷിനെ വെള്ളിയാഴ്ച കൊന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഹമാസിൻ്റെ ഓരോരോ നേതാക്കളെ തെരഞ്ഞെടുപ്പിച്ചില്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും യുദ്ധം ആരംഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രമുഖനായ ഒരു നേതാവിനെ കൊല്ലാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചതടക്കം പിന്നീട് ഇസ്രായേൽ സേനയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി വിലയിരുത്തി ഹമാസിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരുന്ന, ഹമാസിൻ്റെ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയിരുന്ന നേതാവായിരുന്നു തബാഷ്. ഒസാമ തബാഷിനെയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം ബോംബാക്രമണത്തിൽ കൊന്നത്. ഇസ്രായേൽ ആഘോഷിക്കും. അങ്ങനെ പടിപടിയായി ഹമാസിനെ ഇല്ലാതാക്കും, അതുവരെ യുദ്ധം തുടരും എന്ന വാശിയിലാണ് ഇസ്രായേൽ. പൂർണ്ണ പിന്തുണ അമേരിക്കയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച സമാധാനം അകന്നുപോയിരിക്കുന്നു.